അപ്പോൾ ഗൈസ് നമുക്ക് ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാം. ഞാൻ കുറേ കാലമായി ഹെയറിൽ എന്തെങ്കിലും ഒരു മാസ്ക് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന കുറച്ച് എന്താ സോറി അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് തുളസിയാണ്. ഇത് വെള്ള തുളസി കേട്ടോ, ഗ്രാമ തുളസി എന്നൊക്കെയാണ് പറയുക. പിന്നെ ഞാൻ എടുക്കുന്നത് എന്താ, ഇത് താളീൻ്റെ, അതായത് താളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യില്ലേ ചെമ്പരത്തീൻ്റെ ഇല, ആ ചെമ്പരത്തീൻ്റെ ഇലയും പിന്നെ അതിൻ്റെ പൂവാണ്. ഇതിൻ്റെ രണ്ടും സാധനം എടുക്കുക കേട്ടോ, രണ്ടും എടുക്കുക. അതായത് നമ്മൾ താളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് രണ്ടും എടുക്കുക, അതുപോലെ തന്നെ നമുക്ക് മാസ്കിന് വേണ്ടിയിട്ട് ഇത് രണ്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ മൊക്കെ എടുക്കാം കേട്ടോ, എല്ലാം ഗുണകരമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത്, എനിക്ക് തലയിൽ നീരിറക്കം, അതായത് നീരിറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം പനിക്കൂർക്കലാണ്. അപ്പോൾ പനിക്കൂർക്കലും കൂടി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. എൻ്റെ ട്രൈപോഡ് നാശമായി, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില കുറവുകൾ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മളിതായത് മൊത്തത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കഴുകിയതെല്ലാം കൂടി ഈ മിക്സി ജാറിലേക്ക് ഇടുക. നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം. എൻ്റെ ഇടത്തേ കൈ കൊണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നത്, വലത്തേ കൈ കൊണ്ട് ചെയ്യേണ്ടതെടുത്ത്. അപ്പോഴത്തെ നമ്മൾ ഇനി ചേർക്കാൻ പോണത് ഇതിനകത്തേക്ക് ഇതാ ചെറിയുള്ളി ചേർക്കുന്നുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, അത് ഇത്ര ചെറിയ കഷ്ണം, പിന്നെ ഒരു 3-4 കുരുമുളക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ തലയിൽ നീരിറക്കല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡബിൾ പ്രൊട്ടക്ഷനാണ്. ഒന്ന് പനിക്കൂർക്കലും ചേർക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ കുരുമുളകും. പിന്നെ ഇത് നമ്മളെ തലയിൽ ഇച്ചിങ്, അതുപോലെ തന്നെ തലയോട്ടിയിലുണ്ടാകുന്ന ഇച്ചിങ്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ എന്താ പറയുക, ഈ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട്, പിന്നെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. പിന്നെ ഈ ചെറിയുള്ളി പറഞ്ഞാൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. ബ്ലഡ് ഫ്ലോ, നമ്മുടെ തലയോട്ടിയിൽ നല്ല രീതിക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാകാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സാധനം കൂടി നമ്മളിതാ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ അടിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സാധനമാണ് നമ്മൾ ഇനി തലയിൽ തേക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ മുടീൻ്റെ കെട്ടൊക്കെ അറുത്ത് എന്താ പറയുക അതന്നെ, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇതാണ് തേക്കേണ്ടത്. അതിന് മുന്നേ ആയിട്ട് എൻ്റെ മുടി നല്ല ഫ്രിസ്സായിട്ടിരിക്കുകയാണ്, ഒരു ചകിരിനാര് പോലെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈപോഡ് ഇല്ലാത്തത് കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടറിയാം. കുറച്ച് എണ്ണ എടുക്കാം. ആദ്യം നമ്മൾ ഉച്ചിയിൽ അങ്ങോട്ട് തളം വെച്ച് കൊടുക്കുക. അയ്യോ സോറി, തളമല്ല, ഉച്ചിയിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇപ്പം ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, നിനക്ക് തളം വെക്കാത്തതിനെ കുറവാണ്. പറഞ്ഞോളൂ, ഐ ഡോണ്ട് കെയർ. എനിക്ക് നല്ല പോലെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നല്ല പോലെ മുടി കൊഴിച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മാറിയതിൻ്റെ ശേഷം ഇപ്പം മുടിക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മീൻസ് വളർച്ചയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മീൻസ് നമ്മളെ തല ഭയങ്കരമായിട്ട് ചൂടാവും, നമ്മൾ ഡിപ്രഷനൊക്കെ അടിച്ച് ഭയങ്കര ആൻസൈറ്റി ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് തല ഭയങ്കരമായിട്ട് ചൂടാവും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തലയിൽ മുടിയൊന്നും ഉണ്ടാവില്ല, മുടിയൊക്കെ പോവും. നല്ല മുടി ഉണ്ടായിരുന്നു, മീൻസ് നല്ലപോലെ മുടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ മുടിയൊക്കെ പോയി ഗൈസ്, മുടിയൊക്കെ പോയി. ഇപ്പം ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അമ്മ ചെക്കനായിരുന്നു, അതാണ് മുടിയൊക്കെ
ആണ്. അയ്യയ്യേ, ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കാം. അൺഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കാം, പക്ഷെ അത് വല്ലപ്പോഴും എന്താ അതോ അതെന്താ അറിയോ? ചാമ്പയ്ക്ക നമുക്ക് എടുക്കാട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്, അപ്പം അത് നോക്കിയിട്ട് പറയാം. അവിടെ ആണെങ്കിൽ കാടാണ്, അവിടെ പോകുമ്പോൾ സൂക്ഷിക്കണം. വല്ല പാമ്പെങ്ങാനും ഉണ്ടെങ്കിലോ, പേടിയാ. പാമ്പ് കണ്ടാ നമ്മളെ വിടൂല അതല്ലേ. ഓക്കെ, നമുക്ക് അവിടെ ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് മുന്നോട്ടിട്ടതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പുറകുവശവും മുൻവശവും എല്ലാ ഭാഗത്തും നന്നായിട്ടൊരു മസാജ് കൊടുക്കാം. ഇത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. മുടിക്ക് നല്ലൊരു കട്ടിയും ഉണ്ടാവും. ഒരിക്കൽ പോലും നിങ്ങൾ നഖം വെച്ചിട്ട് മസാജ് ചെയ്യരുത്, മുടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം മൈൽഡായിട്ട് ജെൻറ്റിലായിട്ട് തന്നെ മസാജ് ചെയ്യാം. എക്സ്ക്യൂസ് മീ, മൈ ബാക്കിലിരിക്കുന്ന ആള് മീൻസ് മൂപ്പരെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇതങ്ങനെയാണ്. ഓക്കെ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശാട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ സാധനം. ഓക്കെ, നമുക്കിത് തേച്ച് തുടങ്ങാം. തലയോട്ടിയിലേക്കാണ് തേക്കേണ്ടത് കേട്ടോ, തലയോട്ടിയിലേക്ക്. നീ അവിടെ ഇരിക്കല്ലേ, അമ്മ ഇതിൽ തേക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ മേത്തൊക്കെ ആവും, അല്ലെ എൻ്റെ അമ്മേന്റെ മേത്ത് തന്നെ ആവുന്നു. അപ്പോൾ കഴിച്ച് ഞാൻ തലയിലൊക്കെ തേച്ചിട്ടുണ്ട്. ഇത് എല്ലായിടത്തും ആയിട്ടുണ്ട്. നല്ലോണം ഈ മെഹന്തിയൊക്കെ റാപ്പ് ചെയ്ത് വെക്കുന്ന പോലെ, നമ്മളെ തലയിൽ മൈലാഞ്ചി വയ്ക്കില്ലേ, അതൊക്കെ റാപ്പ് ചെയ്ത് വെക്കുന്ന പോലെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 20 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വേണേൽ അങ്ങനെയൊക്കെ കളയാം. ഞാൻ മൈൽഡ് ഷാമ്പു വെച്ചിട്ടാണ് കളയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയിൽ മൊത്തം ഒരു പൊടി പൊടി പോലെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല, ഞാൻ കാലിന് തേക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രബ് യൂസ് ചെയ്ത് നല്ല സ്മെല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹോം മെയ്ഡ് ബോഡി സ്ക്രബാണ്. അപ്പം ഇത് ഫുൾ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഞ്ചസാര വേണം കേട്ടോ. അപ്പോൾ പഞ്ചസാര എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ചധികം നമ്മൾ പഞ്ചസാര എടുക്കണം. വീട്ടിൽ എന്താ പറയുക, അമ്മമാരൊക്കെ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സൂക്ഷിച്ചോളൂ, നല്ല ചീത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പഞ്ചസാര എടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്കിന്ന്, അതായത് ശരീരത്തിന് ചെറിയൊരു ഡ്രൈനെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ശേഷം ഞാൻ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരു ടീസ്പൂണൊക്കെ. അതിനുശേഷം നമ്മളിത് അവിടെ വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അതും ഒരു ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു സ്ക്രബിന്. നമ്മളത് ശരീരത്തിൽ തേച്ച് കുളിച്ചും കൊണ്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ ചോക്ലേറ്റിൽ മുങ്ങി വരികയാണോ എന്ന്. അങ്ങനത്തെ ഒരു സ്മെല്ലാണ്, ചോക്ലേറ്റും കോഫിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ല രസമാണ്. ശേഷം നമ്മളൊരു ഷവർ ജെല്ലോ അല്ലെങ്കിൽ ഒരു ഷാമ്പുവോ യൂസ് ചെയ്യുക. ഞാൻ ഡവിൻ്റെ ഷാമ്പു ആണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്, അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ടിട്ടാണ് കഴുകിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്ക്രബില്ലേ, അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അത് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അത് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റുന്നത്, നാശമാവുമൊന്നുമില്ല, നല്ല സ്മെല്ലുമാണ്. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ തന്നെ അതിന് ബോഡിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഫേസിലേക്ക് യൂസ് ചെയ്യരുത്. ഒരു 15 വയസ്സിന് മേലുള്ള ഏതൊരാൾക്കും അത് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മാസത്തിലൊരു 3 തവണ. സ്ക്രബല്ലേ, അപ്പം അങ്ങനെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ, ഒന്നും മിണ്ടാണ്ട് മോനെ, ഈ ഒരു ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെയറിൻ്റെ തിക്നെസ് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കൂളിങ് തരാനും പിന്നെ എന്താ പറയുക തലയിലുള്ള ഇച്ചിങ്, ഡാൻഡ്രഫ് ഇതൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. അയ്യോ, ഇത് അടുത്തേക്ക് ചെയ്യാം. ബൈ.